ആശാന്റെ പ്ലാൻ കൊള്ളാം. പക്ഷേ നമുക്ക് കുറച്ചും കൂടി സമയമെടുത്ത് ചെയ്താൽ പോരെ? നാളെ ഗണപതി ക്ഷേത്രത്തിൽ ഉത്സവമാണ്. ആ ഏരിയ നിറയെ ആൾക്കൂട്ടവും ബഹളമായിരിക്കും. നാളെ ഉത്സവമാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ തീരുമാനം എടുത്തത്. എന്റെ പ്ലാൻ എന്താന്ന് പറയാം. ഇവനെ വെച്ചിട്ടാണ് നമ്മൾ പണി നടത്താൻ പോകുന്നത്. വെടിപൊട്ടുന്ന ശബ്ദം പുറത്താൾക്കാർ കേൾക്കില്ലേ? എനിക്കെന്തോ ഇതൊരു നല്ല പ്ലാനായിട്ട് തോന്നുന്നില്ല. ഈ വെടിമരുന്ന് പൊട്ടുന്ന ശബ്ദം പുറത്തറിയാതിരിക്കാനാ നാളെ തന്നെ പണി നടത്തണമെന്ന് ഞാൻ പറഞ്ഞത്. നാളെ ഉത്സവ റാലി പോകുമ്പോൾ അമിട്ട് പൊട്ടും. ആ സ്പോട്ടിൽ തന്നെ നമ്മൾ ഇവനെ പൊട്ടിക്കും. ഉത്സവത്തിന്റെ ഓളത്തിൽ നിൽക്കുന്ന ആൾക്കാർ ഇതൊന്നും ശ്രദ്ധിക്കില്ല. ആ സമയം കൊണ്ട് സീലിംഗ് നമ്മൾ പൊളിക്കും. പക്ഷെ അതിനു മുന്നേ നമുക്കൊരു പണി കൂടി ബാക്കിയുണ്ട്. ആ സ്ട്രോങ് റൂം മാർക്ക് ചെയ്യണം. നീ രാധാകൃഷ്ണനെയും കമലേശ്വരിയെയും വിളിച്ച് റെഡി ആയിക്കോളാൻ പറ. നാളെ തന്നെ പണി തുടങ്ങണം. ഒരുമിച്ച് നിന്നാൽ നിങ്ങൾക്കും പ്രയോജനമുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകും. എന്നാലും ബാങ്ക് കൊള്ളയടിക്കാന്നൊക്കെ പറഞ്ഞ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പ്ലാൻ കേട്ടിട്ട് പോലും നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലേ? ഈ സ്ഥലം ഇപ്പൊ നമ്മുടെ കൺട്രോളിലാണ്. ഇവിടെ മെയിന്റനൻസ് വർക്ക് നടക്കുന്നുണ്ടെന്ന് പുറത്തറിയണം. നമുക്ക് ഈ പണി ഏകദേശം എത്ര സമയം കൊണ്ട് തീർക്കാൻ പറ്റും? എത്ര നേരം എടുക്കുമെന്നൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. പക്ഷേ നാളെ നേരം വെളുക്കുന്നവരെ നമുക്ക് സമയമുണ്ട്. ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്നാലും നിങ്ങൾ തീരുമാനിക്കുന്നത് എന്താണ്? കൂടെ ഞങ്ങൾ ഉണ്ടാവും. ഈ പ്ലാൻ എങ്ങനെ നടത്തണമെന്ന് ആലോചിച്ച് ആരും തലപോക്കണം. ഞാൻ പറയുന്ന പോലെ എന്റെ കൂടെ നിന്നാൽ മാത്രം മതി. സൗത്ത് മലബാർ ബാങ്കിലെ മാനേജറാണ് സംസാരിക്കുന്നത്. സർ, ഇവിടെ ഒരു റോബറി നടന്നിട്ടുണ്ട്. ഒന്ന് വേഗം വരണം.